നമ്മളിന്ന് പോകുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ഷാർജയിലോട്ടാണ്. യൂണിവേഴ്സിറ്റി ഓഫ് ഷാർജ എന്ന് പറയുന്നത് എമിറേറ്റ്സിൻ്റെ പ്രൈവറ്റ് നാഷണൽ യൂണിവേഴ്സിറ്റി ആട്ടോ. ആ ഏരിയയിലോട്ട് നമ്മൾ കയറി. ഇതെല്ലാം യൂണിവേഴ്സിറ്റി ഏരിയ ആണ്. ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. ഇത് ശരിക്കും എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന 1997 ഇതിൻ്റെ ഫൗണ്ടറും പ്രസിഡൻറ്റും ചെയർമാനും എല്ലാം ഷാർജ ഷെയ്ഖാണ്. നല്ല ഭംഗിയുള്ള ഒരു ഫൗണ്ടൻ നമുക്ക് കാണാം. യൂണിവേഴ്സിറ്റി ഞാൻ കാണിച്ചു തരാം. നമ്മൾ വളരെ അടുത്തായി എത്താറായി. ഈ ഏരിയ ഒന്നും ക്ലോസ് ചെയ്യാറില്ല കേട്ടോ. ഇത് എപ്പോഴും ഇങ്ങനെ ഓപ്പൺ ആയി കിടക്കും 24 hours. എപ്പോഴും ആർക്കാണേലും വരാം. ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി. നല്ല രസമില്ലേ കാണാൻ? നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. സോ ഈ ഏരിയയിൽ നമുക്ക് വണ്ടി നിർത്താം. അപ്പം ഞങ്ങളിവിടെ എത്തി, വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. നല്ല തണുത്ത കാറ്റാട്ടോ. നല്ല ക്ലൈമറ്റാണ്, സൂപ്പർ ക്ലൈമറ്റാണ്. കുറച്ച് പേരൊക്കെ ഇതിൽ നടക്കുന്നുണ്ട്. ഈ ഒരു പാത്ത് കണ്ടോ? ഈ പാത്തിക്കൂടെ കുറച്ച് പേരൊക്കെ നടക്കുന്നുണ്ട്. ഇത് ഞാൻ കുഞ്ഞു വരെ കളർ ഡ്രസ്സാട്ടോ. കുറേ പേരൊക്കെ ഓടുന്നുണ്ട്. സോ ഇപ്പോൾ ദുബായിലെ ക്ലൈമറ്റ് മാറി വരുമല്ലേ, ചൂട് മാറി, ഇപ്പോൾ തണുപ്പ് വരും. ഇപ്പോൾ നല്ല രസമുണ്ട്. ഇപ്പോൾ സമയം ഒരു 9:30-10 മണിയായി കാണും കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 9 മണിയായി. നമ്മുടെ അടുത്താണ്. 10 മണിയായി കാണും ഇപ്പം. ഇനിയിപ്പം ഇവിടെ നിന്ന് എല്ലാവരും പോകാമെന്ന് പറഞ്ഞാൽ ഒരു 1 മണി 2 മണി. ഇത് ഓപ്പൺ സ്പേസ്, ഇവിടെ ക്ലോസ് ചെയ്തൊന്നുമില്ല. അപ്പോൾ 2 മണി ആ ഒരു ടൈമായിരിക്കും. മീൻസ് വീക്കെൻഡ്സിലൊക്കെ അവധിയുള്ള ദിവസമൊക്കെ ഇവിടെ വന്ന് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ നല്ല സ്ഥലമാണ്. അപ്പം എന്താ പറയുക, കുറച്ച് ഫാമിലീസേ ഉള്ളൂ. ഞാൻ ഇവിടെ കാർ ഇങ്ങനെ ഒരുപാടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ ഒരുപാട് ആൾക്കാരുണ്ടാവുന്നു. പക്ഷേ വളരെ കുറച്ചേ ഉള്ളൂ. കാരണം ഏരിയ ഒരുപാടുണ്ട്. അതുകൊണ്ട് ഈ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ സ്പ്രെഡായിട്ടിരിക്കുന്നത് നമ്മൾ കാണുന്നില്ല. ഇപ്പോൾ കുട്ടികളുള്ള ഫാമിലി, അതാണ് രസം. എനിക്ക് തോന്നുന്നു വീട്ടിൽ ഇരുന്ന് കുട്ടികളൊക്കെ ഉള്ളവരെ മടുത്ത് കാണും. അതായിരിക്കാം ഈ ഒരു സ്ഥലം ചൂസ് ചെയ്യുന്നത്. പിന്നെ എന്താ പറയുക, ഇവിടെ സത്യം പറഞ്ഞാൽ ഒരു ലൈറ്റും വേറെ എക്സ്ട്രാ ഇല്ല. ഇവിടുത്തെ ഈ യൂണിവേഴ്സിറ്റിക്ക് ഇവർ കൊടുത്തേക്കുന്ന കുറേ ലൈറ്റ്സ് ഉണ്ട്. ആ ലൈറ്റുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ലൈറ്റുകൾ എന്ന് വെച്ചാൽ ഇപ്പോൾ പകൽ പോലെയാണ്. രാത്രി 10 മണി എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കി എന്ത് ലൈറ്റാണെന്ന് പറയും, പകൽ പോലെയാണ്. അത്രയ്ക്ക് ലൈറ്റ്. ആ ലൈറ്റാണ് ഇതിൻ്റെ ഏറ്റവും ബ്യൂട്ടി കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട്. അപ്പം വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാനും കുറച്ച് നേരം പോയി കഴിച്ചിട്ട് നമുക്ക് മാസ്ക് വെച്ചേക്കാം.
അയ്യോ അടിയോ അടിച്ചു വേണോ? എന്നിട്ട് എനിക്ക് അമ്മ വീഡിയോ എടുത്തു. സ്വന്തം വീഡിയോ കണ്ട് എൻജോയ് ചെയ്യുന്ന കുഞ്ഞി. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, കുറേ നേരം കളിച്ചു, ചുമ്മാ നടക്കുക, കുറേ നേരം വർത്താനൊക്കെ. ഇപ്പം ഞങ്ങൾ ഫോണൊക്കെ നോക്കി വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പം ഇവിടെ ഇവിടുത്തെ ലോൺസും ഇതെല്ലാം നനയ്ക്കാൻ തുടങ്ങി. കാണിച്ചതമ്മേ. അല്ലേ അപ്പോൾ ഇവിടെ എല്ലാവരും പോയി തുടങ്ങി. പക്ഷെ പേടിക്കാനൊന്നുമില്ല കേട്ടോ, കാരണം പോലീസ് ഇങ്ങനെ ഫുൾ ടൈം റൗണ്ട് അടിക്കുന്നുണ്ട്. ഇപ്പം ഇവിടെ ഏകദേശം ഒരു 12 മണിയായി. നമ്മൾ 9 മണിക്കാണ് വീട്ടിൽ നിന്ന് വന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ചാലോ. വളരെ കുട്ടിയൊരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പം എന്താ പറയുക, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ, അതായത് ഇവിടെ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല, ഇത് മാത്രമേ കാണിക്കാനുള്ളൂ. അപ്പോൾ എല്ലാവരും വിചാരിക്കും കാണിക്കാനൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനൊരു വീഡിയോ എന്നല്ലേ. ഞാനൊരു കാര്യം ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, ആർക്കെങ്കിലുമൊക്കെ ഈ ഒരു ടൈമിൽ, ഈ ഒരു കൊറോണ ടൈമിലൊക്കെ വെളിയിലൊക്കെ വരണമെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലമൊക്കെ ഉണ്ടെന്ന് കാണിച്ചു തരുന്നത് നല്ലതല്ലേ. അപ്പോൾ വീട്ടിൽ ഇതുപോലെ സത്യം പറഞ്ഞാൽ ബോറടിച്ച് മടുത്തിരിക്കുന്ന ഒരുപാട് പേര് കാണും. ഇത് നല്ല സേഫ് സ്ഥലം. ഞാൻ അങ്ങനത്തെ സ്ഥലം നോക്കി മാത്രമാണ് പോകുന്നത്, കാരണം കുട്ടികളല്ലേ. അപ്പോൾ അങ്ങനത്തെ സ്ഥലം മാത്രം നോക്കിയാണ് പോകുന്നത്, വീഡിയോസ് ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഷെയറും ചെയ്യുന്നത്. കാരണം നമ്മളൊരു സംഭവം ഷെയർ ചെയ്യുമ്പോൾ അതൊരു നെഗറ്റീവായിട്ട് മാറാൻ പാടില്ലല്ലോ. അപ്പം ഈ ഒരു നല്ല ഏരിയ ആണ്, ആളുമില്ല, നമുക്ക് വെറുതെ വന്നിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം അത്രേ ഉള്ളൂ. അപ്പോൾ കാണിക്കാൻ പ്രത്യേകിച്ച് ഇവിടെ ഒന്നുമില്ല. പിന്നെ സത്യം പറഞ്ഞാൽ ചാനലിലൊരു വീഡിയോ ആവുമല്ലോ അല്ലേ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആരും മറക്കില്ല കേട്ടോ. ഇത് ഞാൻ പറഞ്ഞ് മടുത്തു. പിന്നെ എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ ഇനിയും കാണണം, നമുക്ക് ചെയ്യാനുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് അതുകൂടെ ചെയ്യാമല്ലോ. അപ്പോൾ ഒരു ബൈ, ഗുഡ് നൈറ്റ്. ഇപ്പം ഇവിടെ ശരിക്കും 9 മണി അല്ല 12 മണിയായിട്ടോ. നമ്മൾ പോകുമ്പോൾ ഒരു 2 മണി വയ്ക്കാം. പിന്നെ 2 മണി വരെ വെറുതെ ഞങ്ങളിങ്ങനെ വർത്താനം പറയുന്നത് ഇവിടെ കാണിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഈ സംഭവം ഒന്ന് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. ഒരു കുഞ്ഞു വീഡിയോ ആയിരിക്കും. എനിക്ക് എന്തുമാത്രം ലെങ്ത് ഉണ്ടാവുമെന്ന് അറിയത്തില്ല, പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും കാണിക്കാനില്ലാത്തതുകൊണ്ട്. അപ്പോൾ ബൈ, ഗുഡ് നൈറ്റ്. ഞാൻ പറയട്ടെ കുഞ്ഞി, ഇവിടെ വരൂ. അപ്പൊ ഇന്നത്തെ വൈൻഡ് അപ്പ് പറയുന്നത് പ്രവീൺ ചേട്ടനാണ്. അപ്പൊ ഇന്നത്തെ വൈൻഡ് അപ്പ് പറഞ്ഞോളൂ കുഞ്ഞി. പൂച്ച അതെ പൂച്ച പോകുന്നുണ്ടോ? പറഞ്ഞോളൂ. എന്ത് പറ. അപ്പൊ ഞാൻ ഒന്നിനെ പറയാൻ പോണേ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വൈൻഡ് അപ്പ് പറയുന്നത് പ്രവീൺ ചേട്ടനാണ്. അപ്പൊ എല്ലാരും വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ഇതെല്ലാം ഞാൻ തന്നെയല്ലേ പറഞ്ഞത്. അപ്പൊ ഓക്കെ, കുഞ്ഞി ഗുഡ് നൈറ്റ് പറയുന്നുണ്ടോ? പറഞ്ഞു ഗുഡ് നൈറ്റ്. കുഞ്ഞി ഗുഡ് നൈറ്റ് പറ.
second I know you